ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളീൻ. ഉത്തമരാം മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളീൻ. അമ്മിഞ്ഞപ്പാലിൻ മധുരം മിഠായിക്കുണ്ടോ? 1000 പോറ്റുമ പെറ്റുമ്മാക്ക് പകരം ആയിടുമോ? 1000 പോറ്റുമ പെറ്റുമ്മാക്ക് പകരം ആയിടുമോ? 1000 പോറ്റുമ വന്നാലും പെറ്റുമ്മാക്ക് പകരാവില്ല. അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരം മിഠായിക്കൊട്ട് ഉണ്ടാവുകയുമില്ല. അങ്ങനെയാണ് മാതാവ് എന്നത് എല്ലാ ജീവികളുടെയും പ്രത്യേകതയാണ്. മാതാവും പിതാവും ഇല്ലാത്ത ഒന്നുമില്ല. മാതാവിനെ പോലെ തന്നെ പിതാവും, രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇതിനെ രണ്ടിനെയും നിഷേധിക്കുന്നവനും ഈ മാതാവിനെ നേരിട്ട് സ്നേഹം പ്രകടിപ്പിച്ചാലും ഉള്ളിൽ ഒരു സ്നേഹക്കുറവുണ്ടെങ്കിൽ അത് അള്ളാഹു അറിയും. അള്ളാഹു അതിനെ നിഷിദ്ധമായിട്ട് എതിർക്കുന്നുണ്ട്. അവർക്ക് ശിക്ഷ, കഠോരമായ ശിക്ഷ അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർക്ക്. മാതാപിതാക്കളെ വെറുപ്പിക്കുക വെച്ചാൽ നേരിൽ വെറുപ്പിക്കലല്ല പറഞ്ഞത്. നേരിലല്ലാതെ തന്നെ അവരുടെ അഭാവത്തിൽ ഒരു സ്നേഹക്കുറവും അവരുടെ മുന്നിൽ ഒരു സ്നേഹപ്രകടനവുമായാൽ അള്ളാഹു അത് തിരിച്ചറിയും. അവനക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ വരെ മാതാവിന് സങ്കടമുണ്ടാവും, പക്ഷേ അവനക്ക് ശിക്ഷ കിട്ടിയേ മതിയാവൂ എന്നാവും. ഇവിടെ ഒരു മാതാവിനെയും പിതാവിനെയും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. വല്ലാത്ത ഒരു സ്നേഹമുള്ള ഭർത്താവ്, അവരുടെ വല്ലാത്ത ഒരു സ്നേഹമുള്ള ഭാര്യയും. അവർ മക്കളെ വളർത്തിയതൊക്കെ നല്ല സന്തോഷത്തിലും ഒരു കുറവും വരുത്താതെയും നല്ല സ്നേഹം കൊടുത്തുമാണ് മക്കളെ വളർത്തിയത്. സ്നേഹസമ്പന്നരായി വളർന്ന മക്കൾ നല്ല വിദ്യാഭ്യാസങ്ങളൊക്കെ നേടി. അങ്ങനെ അവർ വിദേശത്ത് പോയി ജോലിയിലൊക്കെ ആയി. വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഭാര്യമാരെയും അവർക്ക് നൽകി. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് പതിവുള്ളൊരു സംഭവമാണ്. മക്കളെ അമിതമായിട്ട് പഠിപ്പിക്കുകയും പെൺകുട്ടികളെ അതിന് അനുയോജ്യമായ ജോലിയൊക്കെ പോകാൻ പറ്റിയ പെൺകുട്ടികളെ അവർക്ക് ചേർത്ത് കൊടുക്കുകയും എന്നിട്ട് അവർ വിവാഹം കഴിക്കുകയും ചെയ്താൽ അവരുടെ കൂടെ അവരെ ഗൾഫിലേക്ക് പറഞ്ഞയക്കുക, അല്ലെങ്കിൽ അവർ കൊണ്ടുപോവുക. ഇത് മക്കൾ ചെയ്യുന്നത് ഒരു പരിധി വരെയൊക്കെ മക്കളെ ഭാര്യയെ കൊണ്ടുവരാം ഒക്കെ ചെയ്യാം. പക്ഷേ ഉമ്മാനെയും ഉപ്പാനെയും വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് ഇവർ ഈ ഭാര്യയെയും മക്കളെയും അവിടെ കൊണ്ടുപോയിട്ട് കാലാകാലം ഗൾഫിൽ മുടയിട്ട് അടയിരിക്കുന്ന ഈ സ്വഭാവമുണ്ടല്ലോ, ഇത് ക്രൂരമാണ്. മനസ്സ് എത്രയായാലും മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സ് വേദനിക്കാതിരിക്കില്ല. പേരക്കുട്ടികളെ പോറ്റാനും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനും വേണ്ടിയാണ് പിതാവ് ഇത്രയും കാലം ഗൾഫിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് തൻ്റെ യുവത്വവും യൗവനവും എല്ലാം മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അടക്കി പിടിച്ച് അറബിയുടെ ആട്ടും തുപ്പും കൊണ്ട് അടിമയെ പോലെ ജീവിച്ചത്. എന്നിട്ട് ഇവിടെ വന്ന് വളരെയധികം നല്ലൊരു വീടും ചുറ്റുപാടും ഉണ്ടാക്കിയത് മക്കൾക്ക് സുഖമായി കഴിയാനാണ്. എന്നിട്ട് അതിന് ശേഷം താൻ പ്രായമായി ഇവിടെ എത്തുമ്പോൾ ആ മക്കളുടെ പേരക്കുട്ടികളുടെയും മറ്റുമൊക്കെ സ്നേഹം കൊണ്ടും കൊടുത്തും അവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആ സമയത്ത് ഇവർ മക്കളെയും കൊണ്ട് ഗൾഫിലേക്ക് പറക്കുകയാണ്, ഭാര്യയും മക്കളെയും കൊണ്ട് ഗൾഫിലേക്ക് പറക്കുകയാണ്. അവിടെ ഇവർ സുഭിക്ഷമായും സന്തോഷമായും ജീവിക്കുമ്പോൾ ഇവരിവിടെ സങ്കടമായും രോഗിയായുമൊക്കെ ജീവിക്കുന്നു, വിഷമിച്ച് ജീവിക്കുന്നു. ഏതായാലും ഈ ഭാര്യയെയും ഭർത്താവിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഭർത്താവും ഭാര്യയും ഗൾഫിൽ തന്നെയാണ്, മക്കളും അവിടെ തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. മക്കൾക്കും ഭാര്യക്കും മാതാവും പിതാവും മക്കളൊക്കെ ഗൾഫിലാണല്ലോ, അവരൊക്കെ അവിടെ സന്തോഷമായി ജീവിക്കുക. ഇവിടെ നല്ലൊരു വീടുണ്ട് കേട്ടോ. ഇവിടെ നല്ല വലിയൊരു വീടും അതിൽ ക്യാമറയും ഒക്കെയുണ്ട്, നല്ല ചുറ്റുപാടൊക്കെ ഉണ്ട്. അത് നോക്കാനാണെന്നുണ്ടെങ്കിൽ 2 ബംഗാളികളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ബംഗാളികൾ എന്ന് പറയുമ്പോൾ അന്യ സംസ്ഥാനക്കാരെന്ന് പറയാം, അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് അവിടെ സന്തോഷകരമായി ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോലിക്കാർ സന്തോഷമായി ജീവിക്കുന്നു, അവിടെ ഭാര്യയും ഭർത്താവും സന്തോഷമായി ജീവിക്കുന്നു. ഇവർക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കുന്നു. ഇവർക്ക്
ഒരു കണക്കിൽ നോക്കിയാൽ ഇവിടുത്തെ ജോലിക്കാർക്ക് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു വീടുണ്ടാക്കി ജീവിക്കാൻ കഴിയില്ല. അത്രക്കും നല്ല ജീവിതമാണ് അവർ ഇവിടെ ജീവിക്കുന്നത്. ഈ പിതാവിൻ്റെ യുവത്വം ഇതുപോലെ ഈ പണിക്കാർ ജീവിച്ച അത്രയും സന്തോഷത്തിൽ ജീവിച്ചിട്ടുണ്ടാവില്ല ഗൾഫിലെ. അങ്ങനെയാണ്. ഏതായാലും അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് പറയുന്നത് വിശദീകരിക്കാം. ഈ പിതാവും മാതാവും എല്ലാവരും ഗൾഫിലാണ്. ഒരു ദിവസം പിതാവ് മാതാവിനോട് പറഞ്ഞു, പ്രിയതമേ, ഞാൻ ഒരു ഉപദേശം നിനക്ക് തരികയാണ്, നീ അത് കൈക്കൊള്ളണമെന്ന് ഞാൻ നിർബന്ധിച്ച് പറയുകയുമാണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നല്ല, നിർബന്ധമായിട്ടും ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയുന്നത് എന്താണ് അനുസരിക്കാതിരുന്നിട്ടുള്ളത്, എന്താണ് സ്വീകരിക്കാതിരുന്നിട്ടുള്ളത്? എന്തെങ്കിലും ഒന്ന് നമ്മൾ തമ്മിൽ ഇത്രയും കാലമായിട്ട് ഉണ്ടോ? ഇല്ല. ഏതായാലും എന്നാ ശരി, ഞാൻ പറയുന്നത്. എനിക്ക് വിഷമമായി തോന്നും, നിൻ്റെ മക്കളോട് നിനക്ക് വലിയ സ്നേഹമായിരിക്കും, എനിക്കും അതേപോലെ തന്നെ വലിയ സ്നേഹമാണ്. സത്യത്തിൽ അവർ നമ്മളോട് ഇനിയിപ്പോൾ കള്ളസ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അത് കഴിയില്ല. ഒരു മാതാവിനും പിതാവിനും കള്ളസ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. മക്കൾക്കും മരുമക്കൾക്കും അത് പ്രകടിപ്പിക്കാൻ കഴിയും. ഈ മാതാവിനോട് പിതാവ് പറഞ്ഞു, എൻ്റെ സ്വത്തുക്കൾ അത് നമ്മുടെ സ്വത്തുക്കളാണ്. ഞാൻ അഥവാ പെട്ടെന്നങ്ങ് മരിക്കുകയാണെങ്കിൽ എൻ്റെ സ്വത്തുക്കളുടെ ഒക്കെ ഉടമ നീയാകും. അതുകൊണ്ട് നാട്ടിലെ വീടും സ്ഥലവും മറ്റുള്ള സ്വത്തുക്കളെല്ലാം മക്കൾ വീതിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ഞാൻ മരിച്ചു ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അവരാവശ്യപ്പെടും. അപ്പോൾ അത് വീതിച്ച് കൊടുക്കരുത്, ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത് എന്ന് ആ മാതാവിനോട് പിതാവ് പറയുകയാണ്. അപ്പോൾ ഒന്ന് സ്റ്റക്കായി മാതാവ്. മരണം എന്ന് കേട്ടപ്പോൾ തന്നെ മാതാവ് സ്റ്റക്കായി. അതിൻ്റെ പുറമെ ഇത് കേട്ടപ്പോൾ, മക്കൾക്ക് വീതിച്ച് കൊടുക്കരുത് എന്ന് കേട്ടപ്പോഴും ഏതായാലും ഓക്കെ പറഞ്ഞു മാതാവ്. നിനക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നെ എനിക്ക് വിശ്വാസമില്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നിന്നെ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാതാവ് ആയിക്കോട്ടെ, അത് സമ്മതിച്ചു. ഞാനാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ, നീ മരിക്കുകയാണെങ്കിലും എൻ്റെ കയ്യിലായിരിക്കും സ്വത്ത്, അപ്പം ഞാൻ അങ്ങനെ ചെയ്യില്ല. പകരം നീ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാരണം അവർ നിന്നെ നോക്കിയെന്ന് വരില്ല. നീ സ്വത്തുക്കളെല്ലാം അവർക്ക് വീതിച്ചു കൊടുത്താൽ പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും. ഒരു മകനാണെങ്കിൽ ഒരു പക്ഷേ നോക്കിയെന്ന് ഇരിക്കും, അല്ലെങ്കിൽ ഒരു മകളാണെങ്കിൽ അവൾ കൊണ്ടുപോയി നോക്കിയെന്നിരിക്കും. ഇതിപ്പോൾ നമുക്ക് ആണെങ്കിലോ 4 ആണും 2 പെണ്ണുമുണ്ട്. ഇവരൊന്നും നിന്നെ നോക്കിയെന്നിരിക്കില്ല, ഇവരാരും കൊണ്ടുപോയെന്ന് വരില്ല. അതുകൊണ്ട് നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സന്തോഷകരമായിട്ട് അവരുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ആ പിതാവ് മരണപ്പെട്ടു. വലിയ ടെൻഷനൊക്കെ ആയി. നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിൽ വന്ന് അവർ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അവർ തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ സന്തോഷമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പിതാവ് പറഞ്ഞതുപോലെ തന്നെ മക്കൾ ആ മാതാവിനോട് പറഞ്ഞു, നമുക്ക് നാട്ടിൽ പോയിട്ട് വീട്ടിലൊന്ന് കൂടണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വീട്ടിൽ വന്നു കൂടി. എന്നിട്ട് മാതാവിനോട് മക്കൾ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ പിതാവ് മരണപ്പെട്ടു പോയി, ഈ സ്വത്തുക്കളൊന്ന് വീതിച്ച് കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് വീടുകൾ പണിയാമായിരുന്നു എന്ന് പറഞ്ഞു. മാതാവിന് ആദ്യം ഭർത്താവിൻ്റെ വാക്കുകൾ ഓർമ്മ വന്നെങ്കിലും നിരന്തരമായിട്ട് ഈ മരുമക്കളും മക്കളും കൂടി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ മാതാവിനത് ചെയ്യേണ്ടി വന്നു. വീതിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ആ ഇരിക്കുന്ന വീടും സ്ഥലവും ഇളയ മകൻ്റെ പേരിൽ കൊടുക്കുകയും ചെയ്തു. ഇളയ മകൻ അങ്ങനെ എല്ലാവരും ഗൾഫിലേക്ക് പോയി. ഇളയ മകനും പോയി. ഗൾഫിൽ ചെന്ന് അവിടുന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ ഈ മാതാവിനെ കൊണ്ടുപോയിട്ടില്ല ഇവരാരും. പിതാവുണ്ടെങ്കിൽ മാതാവിനെ വിളിക്കുമായിരുന്നു, പക്ഷേ മാതാവിനെ വിളിച്ചില്ല. മാതാവിന് ഇവരാരും കൊണ്ടുപോയില്ല. പിതാവില്ലല്ലോ, അവരൊപ്പാണല്ലോ മാതാവ് പോവുക. ഭാര്യയല്ലത്, ഭർത്താവല്ലത്. നിങ്ങൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥ കേൾക്കുമ്പോൾ ഭാര്യ എന്താണ്, ഭർത്താവ് എന്താണെന്ന് ഭർത്താവ് അറിയണം, ഭാര്യ എന്താണെന്ന് ഭാര്യയും അറിയണം. കാരണം അത്രയ്ക്ക് വലിയ വിഷയമാണത്. ഒരു മാതാവിൻ്റെ കൂടെ കിടന്നിരുന്ന മകനാണ് പിന്നീട് ഒരു ഭാര്യയുടെ കൂടെ കിടക്കുന്നത്. അപ്പോൾ
ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. ആ കാര്യത്തിൽ, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ തൻ്റെ ഇണ, തനിക്ക് തുണ എന്നൊക്കെ പറയുന്ന ആ ഭാഷാർത്ഥം അതിനുള്ളതാണ്. അപ്പോൾ ആ ഭാര്യ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. എത്ര മക്കളുണ്ടായാലും, മക്കൾ എത്ര സ്നേഹം സമ്പന്നരായാലും തൻ്റെ ഭാര്യയുടെ സ്നേഹം ഭർത്താവിനും കിട്ടില്ല, ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്കും കിട്ടില്ല, ആരിൽ നിന്നും കിട്ടില്ല. മാതാവിൽ നിന്ന് കിട്ടിയതിൻ്റെ ഒരു പാതിയാണ് ഭാര്യയിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ അതുപോലും നഷ്ടപ്പെടും. ഭർത്താവിനും അങ്ങനെ തന്നെ. ഏതായാലും ഈ മക്കളൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോയി. മാതാവ് ഇവിടെ തന്നെയായി. മാതാവ് പറഞ്ഞു, ഞാൻ എൻ്റെ നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടിട്ട് ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല, അവരുടെ ഈ സന്തോഷവും ഞാനിങ്ങനെ അത് അയവിറക്കിക്കൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞു കൂടുകയാണ് എന്ന് മാതാവ് പറയുകയും ചെയ്തു. അവരും പറഞ്ഞു, എന്തെന്ന് മാതാവിനെ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല, ഇപ്പം അടുത്തല്ലേ മരണം കഴിഞ്ഞത്, കുറച്ചൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസമുണ്ട്, 2 ആളുകൾ വീട്ടിലേക്ക് വരുന്നു. മാതാവിനെ വിളിച്ചു, നിങ്ങളെ ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിത്തരേണ്ടി വരും, ഇത് നിങ്ങളുടെ മകനുമായിട്ട് ഞങ്ങൾ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു, ഇവിടെ ഞങ്ങൾക്ക് ഫ്ലാറ്റ് പണിയാനുണ്ട്, അതുകൊണ്ട് അവനിത് ഞങ്ങൾക്ക് വിറ്റിട്ടുണ്ട്, ഇനി അവൻ പുതിയ വീട് കയറ്റിയിട്ട് അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാം എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അവനക്കത് എന്നോട് പറഞ്ഞൂടെ? അവൻ എന്താ അത് നിങ്ങളോട് പറഞ്ഞത്? ഇതൊക്കെ എന്നോടല്ലേ അവൻ പറയേണ്ടത്? അവൻ്റെ പിതാവ് പറഞ്ഞിരുന്നു ഇവർക്കൊന്നും ഇതൊന്നും കൊടുക്കരുത് എന്ന്, എന്നിട്ടും ഞാനത് കൊടുത്തില്ലേ? അപ്പോൾ അത്രയും വലിയ സ്നേഹം ഞാൻ കാണിച്ചിട്ടും അത് അവർ എന്നോട് ഇത്രയും കാലം കാട്ടിയിരുന്നത് കപട സ്നേഹമായിരുന്നോ എന്നാണ് മാതാവ് പറഞ്ഞത്. ഇവരോട് പറഞ്ഞു, അത് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട്, ഇത്രയും ദിവസം നിങ്ങളോട് അതൊന്ന് വന്ന് അറിയിക്കാൻ ഞങ്ങൾക്കുള്ള വേദന കൊണ്ടാണ്. ഞങ്ങളുടെ ഭാര്യമാർ പറഞ്ഞു, അവരോട് നിങ്ങൾ എങ്ങനെയാണ് അത് ചെന്ന് പറയുക? ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ വീട്ടിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ട് മക്കളോടെല്ലാവരോടും പോകാൻ പറഞ്ഞ മാതാവാണത്. അവരോട് എങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയുക എന്ന് ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ വിഷമമുണ്ട്. ഏതായാലും നിങ്ങൾ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു എന്ന് മാത്രം. മാതാവ് ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങളൊരിക്കലും വിഷമിക്കേണ്ട, ഇത് എൻ്റെ തെറ്റാണ്. എൻ്റെ ഭർത്താവിൻ്റെ വാക്ക് ഞാൻ മുഖവിലക്കെടുത്തില്ല. മക്കളുടെ സ്നേഹം കണ്ടപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ ശക്തി എൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറി. എൻ്റെ ഹൃദയമൊക്കെ നിർമ്മലമായി. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു, അവർക്കൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എൻ്റെ ആങ്ങളമാരുടെ അടുക്കലേക്ക് ഞാൻ പോകുന്നില്ല. അവരുടെ അടുക്കലേക്ക് ഞാൻ പോയി 2 ദിവസം അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ഞാൻ ഒന്നുമില്ലാത്തവളായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നോട് വെറുപ്പായിരിക്കും. ആ വെറുപ്പ് എനിക്ക് താങ്ങാനാവില്ല. ഇതുവരെ നാത്തൂനെ എന്ന് വിളിച്ചവളെ ഞാൻ എങ്ങനെയാണ് മോശപ്പെട്ട് വിചാരിക്കുക? ഏതായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. അവരോടൊന്നും നിങ്ങൾ പറയണ്ട, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്ക് നിങ്ങൾ അടുത്ത വൃദ്ധസദനത്തിൽ ഒരു സ്ഥാനം തന്നാൽ മതി, ഒരു സീറ്റ് വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ സന്തോഷത്തോടു കൂടി ആ മാതാവിനെ സങ്കടത്തോടു കൂടിയും അവരും അവരുടെ ഭാര്യമാരും കൂടിയും വന്ന്, ആ 2 പേരുടെ ഭാര്യമാരും കൂടി വന്നിട്ടാണ് ആ മാതാവിനെ അങ്ങോട്ട് കൊണ്ടുപോയത്, വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയത്. അവർ വിളിച്ചു, ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ആ മാതാവ് അതിന് സമ്മതിച്ചില്ല. മാതാവ് മക്കളെ വിളിച്ചു, ഫോണിൽ വിളിച്ചു, ഇവരും വിളിച്ചു. ആര് വിളിച്ചിട്ടും ആ മക്കൾ ആരും ഫോണെടുത്തില്ല. 2 പെൺമക്കളുണ്ട്, അവർ പോലും ഫോണെടുത്തില്ല. അവർക്കൊക്കെ ഈ മുതലായിരുന്നു ആവശ്യം. എല്ലാവർക്കും കണ്ണ് മഞ്ഞളിച്ച്. അപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുകയാണ് മാതാവ് വിളിക്കും, അതുകൊണ്ട് മാതാവ് വിളിക്കും, ആരും ഫോൺ എടുക്കണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്.
മാതാവിൻ്റെ ഫോൺ കോൾ ആരും അറ്റൻഡ് ചെയ്തില്ല. മാതാവ് നേരെ വൃദ്ധസദനത്തിലേക്ക് പോയി. വൃദ്ധസദനത്തിൽ ആ വൃദ്ധസദനത്തിൻ്റെ ഉടമയാണെങ്കിലോ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവുമായിട്ട് വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത്. വൃദ്ധസദനത്തിൻ്റെ ഉടമസ്ഥൻ അതിൽ ഏറ്റവും നല്ല ഒരു റൂമും മറ്റും അറേഞ്ച് ചെയ്ത് കൊടുത്തു. ജീവിക്കാൻ നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു അവസരം അവിടെ ഉണ്ടാക്കി കൊടുത്തു. അവരുടെ വീട്ടിൽ നിന്ന് പാകം ചെയ്യുന്ന ഭക്ഷണം ആണ് അവർക്ക് വന്നു കൊടുത്തത്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കണ്ണീരിൻ്റെ എന്ത് സ്നേഹം കിട്ടിയാലും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എനിക്ക് നൽകേണ്ട സ്നേഹം ഇവരാര് തന്നാലും എനിക്ക് മതിയാവില്ല എന്ന് ആ മാതാവ് പറഞ്ഞു. എപ്പോൾ നോക്കിയാലും മ്ലാനമായ മുഖത്തോടു കൂടി ആ മാതാവ് ഇരിക്കുന്നത് ആ വൃദ്ധസദനക്കാരനിക്ക് സഹിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്യും ഇനി എന്ന് ഒരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ സുഹൃത്ത് അങ്ങോട്ട് കടന്നു വരുന്നത്. തൻ്റെ സുഹൃത്ത് അങ്ങോട്ട് കടന്നു വന്നപ്പോൾ ആ സുഹൃത്താണെങ്കിലോ ആ സുഹൃത്ത് നല്ല സമ്പന്നനാണ്. അയാളുടെ ഒരു മക്കൾ ഡോക്ടറും വക്കീലും ഒക്കെയാണ്. നല്ല നിലയിലെത്തിയ മക്കളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. നല്ല സന്തോഷത്തിൽ കഴിയുന്ന ജീവിതം. അദ്ദേഹം ഇവരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ന ആളുടെ ഭാര്യയല്ലേ, ഇവരുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടല്ലോ, ഇവരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ സമ്പത്തിൻ്റെ വിവരങ്ങളൊക്കെ എൻ്റെ മകൻ്റെ കയ്യിലാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സ്വത്തുക്കളൊക്കെ വെക്കുമ്പോൾ ഈ വക്കീൽ അറിഞ്ഞിരുന്നു, എൻ്റെ മകന് എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഇവരെ പറ്റിയുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല, ഒരു രഹസ്യം ഉണ്ട്, അതെന്നോട് ആരോടും പറയരുത് എന്നാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് എൻ്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അഡ്വക്കറ്റായ എൻ്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, സുഹൃത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞേക്കാം, അവൻ നിങ്ങളോട് പറഞ്ഞു തരും. അവൻ എന്നോട് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ, അത് പബ്ലിക്കാവും എന്ന് കരുതിയത് കൊണ്ടായിരിക്കും അത് എന്നോട് പറയാതിരുന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് എൻ്റെ മകനെ പറഞ്ഞേക്കാം. അങ്ങനെ വക്കീൽ അങ്ങോട്ട് കടന്നു വരികയാണ്. വക്കീലും വക്കീലിൻ്റെ ഗുമസ്തനും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ അങ്ങോട്ട് വൃദ്ധസദനത്തിലേക്ക് രണ്ടുപേരും കൂടി കടന്നു വന്നു. സന്തോഷമായിട്ട് വൃദ്ധസദനത്തിൻ്റെ ഉടമസ്ഥൻ അവരെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ആ ഉമ്മയെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഉമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഈ വക്കീൽ കാണിച്ചു കൊടുത്തു, ഈ വീട് നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് ഉള്ളൊരു വീടാണിത്, ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പോൾ മാതാവ് പറഞ്ഞു, എൻ്റെ മക്കളെ, ഞാൻ ഇന്നലെ വരേക്കും സമ്പന്നയായിരുന്നു, വളരെ ആഡംബരത്തിൽ ജീവിച്ചവളായിരുന്നു, വളരെ കുറച്ചൊക്കെ അഹങ്കരിച്ചോ എന്ന് പോലും പറയാം. പക്ഷേ ഇന്ന് ഞാൻ നിസ്സഹായയാണ്, ഒന്നും എനിക്കില്ല. ഇന്ന് എൻ്റെ ആങ്ങളാർ പോലും ഇവിടെ വന്ന് എന്നെ കാണുക എന്നല്ലാതെ നീ അങ്ങോട്ട് പോരേ എന്ന് പറഞ്ഞിട്ടില്ല. ആത്മാർത്ഥമായി ആരും വിളിച്ചിട്ടില്ല, വിളിച്ചാലും ഞാൻ പോവുകയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീട് കാണിച്ചു തന്നിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ മക്കൾ എനിക്ക് വാങ്ങിച്ചു തരുമെന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതിലും വലിയ പാതകം എന്നോട് ചെയ്യാനില്ല. അത്രക്കും വലിയ ഒരു വിഷമത്തിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ചതിനുള്ള പ്രതിഫലമാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഈ വീടൊന്നും എനിക്ക് കാണിച്ചു തരല്ലേ. എൻ്റെ ജീവിതം പഴയകാല ജീവിതത്തിൽ ഞാൻ വീണ്ടും ദുഃഖിതയാകും. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് കാണിച്ചു തരല്ലേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. എനിക്കിഷ്ടമാവാതെ നല്ല വീട്, നല്ല രസമുള്ള വീട്, ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടല്ലോ, വീട്ടിൽ ആളുകളുണ്ട്, ആളുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്, വീടും ആളുകളൊക്കെ അവരവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ഇതൊരു വാടകയ്ക്ക് കൊടുത്ത വീടാണേ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തരണം, അതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത്. ഒടുവിൽ ഒരിക്കലും മാതാവ് സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ മാതാവിനോട് അവർ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയുള്ള ആളായിരുന്നു? അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അവർ വിങ്ങിപ്പൊട്ടി. ആ തേങ്ങൽ അടക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ആ തേങ്ങൽ അടക്കാൻ കഴിഞ്ഞില്ല. അവരാകെ പാടുപെട്ട്
ഇടങ്ങേറായി. വൃദ്ധസദനത്തിൽ നിന്ന് 2 സ്ത്രീകൾ അവരുടെ അടുത്തിലേക്ക് വന്നു. പുറത്തു കൊട്ടി തലയിൽ തലോടിക്കൊണ്ട് അവരെ സമാധാനിപ്പിച്ചു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ കണ്ടതുണ്ടല്ലോ, ഇത് ഈ വീടിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കരഞ്ഞതല്ല, ഇതിലും കൂടുതൽ നിങ്ങൾ പൊട്ടിക്കരയും ഇതിലും കൂടുതൽ. അങ്ങനത്തെ ഒരു വീടാണ് ഈ വക്കീൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ആ മാതാവ് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് നോക്കി. ഉടനെ തന്നെ ആ വക്കീൽ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭർത്താവ് ഇദ്ദേഹത്തിൻ്റെ കാലശേഷം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ഇതൊക്കെ നിങ്ങളുടെ പേരിലാണ് ഈ വീടുള്ളത്, നിങ്ങളുടെ പേരിലാണ് ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ വാടകയുള്ളത്. അത് ബാങ്കിലടക്കുന്നത് നിങ്ങളുടെ പേരിലുള്ളൊരു അക്കൗണ്ടിലാണ്. അതൊക്കെ നിങ്ങളുടെ പേരിലാണ് ബാങ്കിലിട്ടിരിക്കുന്നത്. ആ ബാങ്കിലും നല്ല ഒരു തുക ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ വീടും തന്നെ നിങ്ങളുടെ പേരിലാണുള്ളത്. ഇതിൽ വാടകയ്ക്ക് താമസിക്കുന്നവരുടെ അവധി കഴിയാറായിട്ടുണ്ട്, അവരുടെ വീട് പണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ വീട്ട് ഇനി കാലിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ താമസം മാറണം. നിങ്ങളുടെ ഭർത്താവ് കരുതി വെച്ചതാണ് ഈ സ്ഥലവും വീടും നിങ്ങൾക്ക്. അവർ പറഞ്ഞിരുന്നു ഞങ്ങളോട്, അഥവാ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലശേഷം എൻ്റെ ഭാര്യ ഒറ്റപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്കത് സഹിക്കില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ ഇത് കരുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങളത് എടുക്കണം. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞത് മാതിരി തന്നെ വീണ്ടും അവർ വല്ലാത്ത പൊട്ടിക്കരയിൽ, വല്ലാത്ത തേങ്ങൽ, അടക്കാൻ കഴിയാത്ത തേങ്ങൽ. അങ്ങനെ ആ സംഭവം അവിടെ സമാപ്തി കുറിച്ചു. മക്കളെല്ലാം ഈ സംഭവം അറിഞ്ഞു, മക്കളെല്ലാം ഓടി വന്നു. പക്ഷേ ഈ വക്കീലുണ്ടല്ലോ, ഈ വക്കീലിൻ്റെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവർ ആ മക്കളെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. അവരുടെ ആ കള്ള സ്നേഹം അവർ ഏറ്റെടുത്തില്ല. പക്ഷേ മാതാവ് അതിന് സമ്മതിച്ചില്ല. അവർ വന്നോട്ടെ പോയിക്കോട്ടെ, പക്ഷേ ഈ ധനമുണ്ടല്ലോ, ഇത് എൻ്റെ കാലശേഷം ഞാൻ ഇത് മക്കൾക്ക് കൊടുക്കൂല എന്ന് അഡ്വക്കറ്റിനോട് പറഞ്ഞു. ഇത് ഞാൻ ധർമ്മം ചെയ്യും, എൻ്റെ പാരത്രിക ഗുണത്തിന് വേണ്ടി, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും പരലോക ഗുണത്തിന് വേണ്ടി ഞാൻ ഇത് ദാനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കളോട് ലോക്യം കാണിച്ചു. ആ സ്നേഹം വീണ്ടും അവർ പുതുക്കുകയും ചെയ്തു. ഏതായാലും ഇതുപോലെ തന്നെയാണ് പിതാക്കന്മാരുടെയും അവസ്ഥ. കാരത്തൂരിൽ ആത്മഹത്യ ചെയ്ത പിതാവ്, അയാൾ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം അവിടുത്തെ മരുമകളും ചെറിയ മകനുമാണ്. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയ പണമെല്ലാം, ആ ധനങ്ങളെല്ലാം ഇവർക്ക് വീതിച്ചു കൊടുത്തു. അദ്ദേഹം ഒന്നുമില്ലാത്തവനായപ്പോൾ അദ്ദേഹത്തെ ചവിട്ടി തേച്ചു. അദ്ദേഹത്തെ അവർ വിഷമിപ്പിച്ചു കൊണ്ടിരുന്നു. വിഷമം സഹിക്കാതെ അയാൾ തൂങ്ങി മരിച്ചു എന്നാണ് കാരത്തൂരുള്ളവർ പറയുന്നത്. ഏതായാലും അള്ളാഹു തആല അദ്ദേഹത്തിന് ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധി അള്ളാഹു തആല, നല്ല ജീവിതവും നല്ല മരണവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.